ഹായ് ഓൾ, എവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ബോട്ട് എന്ന് പറയുന്ന കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ളൊരു പോമാണ്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഹാവ് യു എവർ ബീൻ അഫക്റ്റഡ് ബൈ ഓർ ബീൻ എ വിറ്റ്നസ് ടു എ നാച്ചുറൽ ഡിസാസ്റ്റർ? നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തമാണ്. നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ദുരന്തമാണ്. ഓക്കെ, ഹാവ് യു എവർ ബീൻ അഫക്റ്റഡ് ബൈ ഓർ ബീൻ എ വിറ്റ്നസ് ടു എ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ, അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ടോ? വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്, അപ്പോൾ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് വെർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇംപ്രഷൻസ്? എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ്, ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ധാരണ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിട്ടുള്ള നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് ചോദിക്കുന്നത്. അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2018 എന്ന് പറയുന്ന ആ ഒരു വർഷം, അത് നമുക്ക് കേരളീയരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണ് അല്ലേ. നമ്മൾ റീസെൻ്റായിട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം അല്ലേ, അത് നേരിടേണ്ടി വന്ന ഒരു വർഷമാണത്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, വീടിൻ്റെ മേൽക്കൂര മാത്രമാണ് കാണുന്നത് അല്ലേ, ബാക്കി മുഴുവൻ വെള്ളത്തിലാണ്. ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാണ്, മേൽക്കൂര മാത്രമാണ് മുകളിൽ കാണുന്നത്. അതുപോലെ മരങ്ങളുടെ മുകളിലുള്ള ആ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഭാഗം വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അതൊരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. പിന്നെ താഴെ പോയതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ബോട്ടിൽ ഒരാളിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ എന്താണ്, ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, അവരുടെ പ്രായമായ ഒരു അമ്മയും പിന്നെ എന്താണ് ഒരു മകനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ബോട്ടിൽ നമുക്ക് ബോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അതിൽ ഈ 3 പേർക്കും കൂടെ കയറാനായിട്ട് സാധിക്കുമോ? ഇല്ല, അതിന് മാത്രമുള്ള സ്പേസ് ആ ബോട്ടിനില്ല അല്ലേ. പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും എന്താണ് ഒരു അഭയസ്ഥാനം തേടി പോവാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പോം വായിച്ച് മനസ്സിലാക്കാം. കെ സച്ചിദാനന്ദനാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് കേട്ടോ. എ സിക്ക് മദർ, പ്രഗ്നൻറ്റ് ഡോട്ടർ, എ സൺ who looks after all at home. The rescue boat has space left only for one. സിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസുഖം ബാധിച്ച. എ സിക്ക് മദർ, ഒരു അസുഖം ബാധിച്ച അമ്മ. പിന്നെ ആരാണ്? പ്രഗ്നൻറ്റ് ഡോട്ടർ, ആ അമ്മയുടെ ഗർഭിണിയായ മകൾ. പിന്നെയോ എ സൺ, ഒരു മകനുണ്ട്. ഹു ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം, അതായത് ആ മകനാണ് ആ വീട് നോക്കുന്നത്, വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളും അതേപോലെ എന്താണ് പെങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു മകനാണ്. ഓക്കെ, ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. റെസ്ക്യൂ ബോട്ട്, റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആപത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടുത്തുന്നതിനെയാണ് റെസ്ക്യൂ എന്ന് പറയാം. അപ്പോൾ റെസ്ക്യൂ ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുള്ള ബോട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പിക്ചറിൽ കണ്ടിട്ടുണ്ട്. എന്താണ്, അതിലാകെ ഒരാൾക്ക് കയറാനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. ഒരാൾക്ക് മാത്രം കയറാനുള്ള സ്ഥലമേ ആ ഒരു ബോട്ടിൽ, ആ റെസ്ക്യൂ ബോട്ടിൽ, അതായത് ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുള്ള ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. ഓക്കെ, ദ 3 quarrel among themselves not to get into the boat but for the other to climb in. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്വാറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയുണ്ടാക്കുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നതിനെയാണ് ക്വാറൽ എന്ന് പറയുക. ദ 3 quarrel among themselves. അപ്പോൾ ഈ 3 പേരും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്? നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്, ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണോ? ഞാനാണ് ആദ്യം കയറുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സിക്കായിട്ടുള്ള അസുഖം ബാധിച്ച അമ്മയോ അല്ലെങ്കിൽ എന്താണ് അവരുടെ മകളോ, ഗർഭിണിയായിട്ടുള്ള മകളോ അല്ലെങ്കിൽ മകനോ ഞാൻ ആദ്യം കയറുമെന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പകരം അവരെന്താ ചെയ്യുന്നത്? നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്, ബോട്ടിൽ കയറാതിരിക്കുകയാണ്. ഞാൻ കയറുന്നില്ല, അമ്മ കയറിക്കോ എന്ന്
മകനോ മകളോ പറയുന്നു, അതേപോലെ അമ്മ മക്കളോട് പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കയറിക്കോ, ഞാൻ കയറുന്നില്ല. അപ്പോൾ സ്വയം കയറാതിരിക്കുകയാണ് എല്ലാവരും. ബട്ട് ഫോർ ദ അതർ ടു ക്ലൈംബ് ഇൻ. പക്ഷെ എന്താണ്, മറ്റുള്ളവരെ കയറ്റാൻ ശ്രമിക്കുകയാണ്, അല്ലാണ്ട് സ്വയം കയറാൻ വേണ്ടിയിട്ടല്ല അവരെന്ത് ചെയ്യുന്നത്, വഴക്കുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു അപകടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഫേസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അല്ലേ, അല്ലാണ്ട് സെൽഫിഷ് ആവുകയല്ല ചെയ്യുക, സ്വാർത്ഥമായിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടണം, എനിക്ക് മാത്രം എന്താണ് ജീവൻ നിലനിർത്താൻ പറ്റണം, അങ്ങനെ ചിന്തിക്കുകയല്ല അവർ ചെയ്യുന്നത്. പരസ്പരം ഹെൽപ്പ് ചെയ്യുകയാണ്, പരസ്പരം ഒരുമിച്ച് നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് അല്ലേ. ഇനി ലാസ്റ്റ് 2 ലൈൻസ് നോക്കാം. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീയിങ്സ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ദുരന്തം അല്ലേ. അപ്പോൾ ദുരന്തങ്ങൾ വരുമ്പം ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീയിങ്സ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരെ അത് എന്താക്കി മാറ്റും, സെൽഫ്ലെസ് ആക്കി മാറ്റും. സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥത, അല്ലെങ്കിൽ എന്താണ്, സ്വയം ചിന്തിക്കാതെ, സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, അതിനാണ് സെൽഫ്ലെസ് എന്ന് പറയുക. നമ്മൾ നിസ്വാർത്ഥരായിട്ട് മാറും ഏത് സമയത്ത്, ദുരന്തങ്ങൾ വരുന്ന സമയത്ത്. അതേപോലെ ആൻഡ് ഡെത്ത് ഫിയർലെസ്. അപ്പം ഫിയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമില്ലാതാവുക. അപ്പം മരണത്തെപ്പോലും ആ സമയത്ത് നമുക്ക് പേടിയില്ലാതാവും, മറ്റുള്ളവരെ എന്താണ് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ നിസ്വാർത്ഥരാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ദുരന്തം വരുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും മാറും. അവരെന്താണ്, അവരുടെ സ്വാർത്ഥതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് ചിന്തിക്കാനും മരണത്തെപ്പോലും പേടിയോടുകൂടെ കാണാതെ ഫിയർലെസ് ആയിട്ട്, ഭയമില്ലാതെ കാണുകയും മറ്റുള്ളവരെയും കൂടി സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയൊക്കെ ചെയ്യും മനുഷ്യരിൽ. ഓക്കെ, അപ്പോൾ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോം വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടലും അതേപോലെ എന്താണ് 2018 സംഭവിച്ചിട്ടുള്ള ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് അല്ലേ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളും അതേപോലെ മീനിങ് ഫുള്ളുമായിട്ടുള്ള ഒരു പോമാണിത്. മനുഷ്യരുടെ എന്താണ് സെൽഫ്ലെസ് ആയിട്ടുള്ള തോട്ട്സിനെ കുറിച്ചും അതേപോലെ ഫിയർലെസ്നെസ് ഓഫ് ഡെത്തിനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പം മനുഷ്യരുടെ ആ ഒരു കൂട്ടായ്മയെ അല്ലെങ്കിൽ ആ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സിനെ ഒക്കെ വിശദീകരിച്ചിട്ടുള്ളൊരു പോമാണിത്. ഇനി നമുക്ക് ഈ പോയമായി റിലേറ്റഡ് ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, ഹൂ വർ വെയിറ്റിംഗ് ഫോർ ദ റെസ്ക്യൂ ബോട്ട്. ആരൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ബോട്ടിനെ കാത്തിരിക്കുന്നത്? ആരൊക്കെയാണ്? എ സിക്ക് മദർ, എ പ്രഗ്നൻറ്റ് ഡോട്ടർ ആൻഡ് എ സൺ വർ വെയിറ്റിംഗ് ഫോർ ദ റെസ്ക്യൂ ബോട്ട്. ഒരു എന്താണ് രോഗിയായ അമ്മ, പിന്നെ ഒരു പ്രഗ്നൻറ്റ് ഡോട്ടർ, ഗർഭിണിയായ മകൾ, പിന്നെ ഒരു സൺ, ഇവരാണ് ഈ ഒരു റെസ്ക്യൂ ബോട്ടിനെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് സ്പേസ് ഡിഡ് ദ ബോട്ട് ഹാവ്. ആ ഒരു ബോട്ട്, ആ ഒരു റെസ്ക്യൂ ബോട്ടിൽ എത്രമാത്രം സ്ഥലമുണ്ടായിരുന്നു? എല്ലാവർക്കും കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ, ആകെ ഒരാൾക്ക് മാത്രമാണ് ആ ബോട്ടിൽ കയറാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാം? ദ ബോട്ട് ഹാസ് സ്പേസ് ഫോർ 1 പേഴ്സൺ. ആ ഒരു ബോട്ടിൽ ഒരാൾക്ക് മാത്രം കയറാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ദേ ക്വാറൽ അബൌട്ട്. എന്ത് കാര്യത്തിനാണ് അവർ വഴക്കിട്ടത്? എന്തിനാണ്? ദേ ക്വാറൽ അബൌട്ട് ഹൂ ഷുഡ് ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. ആര് ആ ബോട്ടിൽ കയറും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആണ് അവർ പരസ്പരം വഴക്കിട്ടത്. ഞാൻ ആദ്യം കയറുമെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടതല്ല, പരസ്പരം നിങ്ങൾ കയറോ, അമ്മ കയറോ, അല്ലെങ്കിൽ സഹോദരി കയറോ, അല്ലെങ്കിൽ മകൻ കയറോ എന്ന് പറയുകയാണ്, അല്ലാണ്ട് സ്വയം ഞാൻ കയറാം എന്ന് പറഞ്ഞ് വഴക്കിട്ടതല്ല. ആര് കയറും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് അവർ വഴക്കിട്ടത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ പോയറ്റ് ഫൈൻഡ് സ്ട്രേഞ്ച് അബൌട്ട് ദെയർ ക്വാറൽ. ക്വാറൽ എന്ന് പറഞ്ഞാൽ വഴക്കാണ് കേട്ടോ. അപ്പം പോയറ്റിന്, അതായത് കവിക്ക് അവരുടെ ആ ഒരു വഴക്കിൽ എന്താണ് വിചിത്രമായിട്ട് തോന്നിയ കാര്യം എന്താണ്? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പോയറ്റിന് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിൽ വിചിത്രമായിട്ട് എന്താണ് തോന്നിയതെന്നാണ് ചോദിക്കുന്നത്. The poet finds the quarrel strange because everyone is trying to save one another instead of themselves. എന്താണ് പോയറ്റിന് ഇവർ തമ്മിലുള്ള ആ ഒരു തർക്കം അല്ലെങ്കിൽ വഴക്ക് വിചിത്രമായ ഒരു കാര്യമായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? ബിക്കോസ് എവ്രി വൺ ഈസ് ട്രൈങ് ടു സേവ് വൺ അനദർ ഇൻസ്റ്റെഡ് ഓഫ് ദംസെൽസ്.
സ്വയം രക്ഷപ്പെടുന്നതിലുപരി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടാണ് പോയറ്റിന് ആശ്ചര്യം തോന്നിയത്, അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് പോയറ്റിന് തോന്നിയത്. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കണം എന്നുള്ള ചിന്തയേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വിചിത്ര സ്വഭാവം പോയറ്റിന് തോന്നിയത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി റെഫ്യൂസ് ടു ബോർഡ് ദ ബോട്ട്? റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരസിക്കുക. അപ്പോൾ എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് ആ ഒരു ഫാമിലിയിലുള്ള അംഗങ്ങൾ ബോട്ടിൽ കയറാൻ നിരസിച്ചത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി റെഫ്യൂസസ് ടു ബോർഡ് ദ ബോട്ട് ബിക്കോസ് എവ്രി വൺ വാണ്ട്സ് ടു സേവ് ദ അതേഴ്സ് ഫസ്റ്റ്. ആ ഒരു ഫാമിലിയിലെ ഓരോ അംഗങ്ങളും ബോട്ടിൽ, അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുള്ള ബോട്ടിൽ കയറാനായിട്ട് നിരസിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ്? എവ്രി വൺ വാണ്ട്സ് ടു സേവ് ദ അതേഴ്സ് ഫസ്റ്റ്. ആദ്യം മറ്റുള്ളവരെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ്. സ്വയം രക്ഷപ്പെടണം എന്നല്ല, മറ്റുള്ളവരെ രക്ഷിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പോയറ്റ് എക്സ്പ്ലെയിൻ ദെയർ ആറ്റിറ്റ്യൂഡ്? അതായത് എങ്ങനെയാണ് കവി അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ, മനോഭാവത്തെ വിശദീകരിച്ചതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ട്രാജഡി മേക്സ് ഹ്യൂമൻ സെൽഫ്ലെസ് ആൻഡ് അൺഅഫ്രെയ്ഡ് ഓഫ് ഡെത്ത്. അൺഅഫ്രെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമില്ലാതാവുക. അപ്പോൾ പോയറ്റ് അവരുടെ ആ ഒരു മനോഭാവത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. എങ്ങനെ? എക്സ്പ്ലെയിൻ ദാറ്റ് ട്രാജഡി മേക്സ് ഹ്യൂമൻ സെൽഫ്ലെസ് ആൻഡ് അൺഅഫ്രെയ്ഡ് ഓഫ് ഡെത്ത്. ദുരന്തം മനുഷ്യരെ സെൽഫ്ലെസ് ആക്കിയും, സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്വാർത്ഥരാക്കിയും, അതേപോലെ അൺഅഫ്രെയ്ഡ് ഓഫ് ഡെത്ത്, മരണത്തെപ്പോലെ ഭയമില്ലാത്തവരാക്കിയും മാറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നാണ് പോയറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.